അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്നത്തെ വിഷയം എല്ലാ രക്ഷിതാക്കൾക്കും വളരെയധികം ഉപകാരപ്പെടുന്നൊരു അറിവാണ്. അതായത് ഏതൊരു ഉമ്മയുടെയും ഉപ്പയുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹമായിരിക്കും അവരുടെ മക്കൾ നല്ല സ്വാലിഹീങ്ങളായ ദീനീബോധമുള്ള മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കുന്ന, മാത്രമല്ല മോശപ്പെട്ട പ്രവൃത്തികളിലേക്കും ചിന്തകളിലേക്കും ഒന്നും തന്നെ പോവാത്ത നല്ല സ്വഭാവശീലമുള്ള, അതുപോലെ പഠനത്തിലും മറ്റു പ്രവൃത്തികളിലും എല്ലാ കാര്യങ്ങളിലും നല്ല ഉയർച്ചയും വിജയവുമുള്ള മക്കളെ ഏത് മാതാപിതാക്കളും ആഗ്രഹിക്കുന്ന ഒന്നാണ്. അത് ഈ ദുനിയാവിലെ മാതാപിതാക്കളുടെ ഏറ്റവും വലിയൊരു സന്തോഷമാണ്. ഒരു സ്വകാര്യ അഹങ്കാരമാണ് അവരുടെ മക്കൾ നന്നായി കിട്ടുക എന്നുള്ളത്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മക്കളുണ്ടല്ലോ, അത് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദുനിയാവിൽ നിന്ന് നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. നമ്മുടെ മക്കൾ നല്ല മക്കളായാൽ അവരെ കൊണ്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാൻ സാധിക്കും. മാതാപിതാക്കൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ മക്കളുടെ ആത്മാർത്ഥമായിട്ടുള്ളൊരു ദുആ ലഭിച്ചാൽ തന്നെ അത് അല്ലാഹു സുബ്ഹാനഹു തആല എളുപ്പത്തിൽ സ്വീകരിക്കാൻ അത് കാരണമാകും. എന്നാൽ ഇതൊക്കെയും ഒരു മക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മുടെ മക്കൾ നല്ല മക്കളായിരിക്കണം, സ്വാലിഹീങ്ങളായ മക്കളായിരിക്കണം, ദീനീ ബോധമുള്ള മക്കളായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മക്കളെ കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും നമ്മൾ മക്കളെ കൊണ്ട് വലിയ ടെൻഷനോടുകൂടിയും വലിയ വിഷമത്തോടു കൂടിയും നമ്മുടെ എല്ലാ സമാധാനങ്ങളും നഷ്ടപ്പെട്ട് നമുക്ക് ജീവിക്കേണ്ട ഒരു അവസ്ഥ വരും. നമ്മുടെ ചുറ്റുപാടും തന്നെ ഒന്ന് നോക്കിയാൽ മതി. എന്തിനേറെ പറയുന്നു, പലരുടെയും വീട്ടിൽ തന്നെ കാണാം മാതാപിതാക്കൾ പറഞ്ഞത് അനുസരിക്കാത്ത എത്ര മക്കളുണ്ട്. ചില മക്കളോടൊക്കെ മാതാപിതാക്കൾ നിസ്കരിക്കാൻ പറഞ്ഞാൽ നിസ്കരിക്കില്ല, മാതാപിതാക്കൾ പറയുന്നത് കേൾക്കില്ല. കേൾക്കുക മാത്രമല്ല, നിസ്കരിക്കാൻ പറഞ്ഞതിന് അവർ വീട്ടിൽ പല ഉപദ്രവങ്ങളും ഉണ്ടാക്കും. എന്തിനേറെ പറയുന്നു, അവിടെ ഉപ്പയില്ലെങ്കിൽ ചില മക്കൾക്ക് ഉപ്പയെ പേടിയായിരിക്കും. എന്നാൽ ഉപ്പ വീട്ടിലില്ലെങ്കിൽ ഉമ്മ നിസ്കരിക്കാൻ പറഞ്ഞതിൻ്റെ പേരിൽ ഉമ്മയെ ആക്രമിക്കുക വരെ ചെയ്യും. അത്തരത്തിലുള്ള മക്കളുണ്ട്. കല്ലെടുത്തെറിയുക, വടിയെടുത്ത് അടിക്കുക, മാത്രമല്ല വായിൽ വരുന്ന പല വേണ്ടാത്ത വാക്കുകളുമൊക്കെ ഉമ്മയെ വിളിക്കുക. ഇത്തരത്തിലുള്ള മക്കളൊക്കെയുണ്ട്. റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ മക്കളൊക്കെ കാക്കട്ടെ അത്തരത്തിലുള്ള സ്വഭാവത്തിൽ നിന്നും. മാത്രമല്ല, മക്കളോട് നിസ്കരിക്കാൻ പറഞ്ഞതിൻ്റെ പേരിൽ അവർ വീട്ടിൽ പല നാശനഷ്ടങ്ങളും ഉണ്ടാക്കും. അതായത് ചില മക്കൾക്ക് ദേഷ്യം പിടിച്ചാൽ അവർ വീടിൻ്റെ ജനലിൻ്റെ ഗ്ലാസ് പൊട്ടിക്കുക, വീടിൻ്റെ മേൽക്കുരയിലെ ഓട് തകർക്കുക, ഇങ്ങനെയുള്ള സ്വഭാവമുള്ള പല മക്കളുമുണ്ട്. അവർക്ക് ആ സമയത്ത് വലിയ വാശിയും കുറുമ്പുമായിരിക്കും. പ്രത്യേകിച്ച് അവരുടെ ഉപ്പ ഇവിടെ ഇല്ല, വിദേശത്തൊക്കെയുള്ള മക്കളാണെങ്കിൽ അവർ ഉമ്മ പറയുന്നത് ഒന്നും അനുസരിക്കില്ല. ഉമ്മ പറയുന്നതിന് 4 വാക്ക് അവർ തിരിച്ചു പറയും. അവർ ഉമ്മയെ വരച്ച വരയിൽ നിർത്തും. എന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു. വീട്ടിലേക്ക് പാതിരാ സമയത്ത് കയറി വരുന്നു, വേണ്ടാത്ത കാര്യങ്ങളെല്ലാം ചെയ്യുന്നു, വേണ്ടാത്ത പ്രവൃത്തികൾ ചെയ്യുന്നു. നിസ്കാരമില്ല, ഇസ്ലാം ദീനില്ല, മദ്രസയിലേക്ക് പോകില്ല, ചില മക്കൾ സ്കൂളിലേക്ക് പോകില്ല. ഇത്തരത്തിലുള്ള പല വേണ്ടാത്ത പ്രവൃത്തികളും പറയുന്നതൊന്നും അനുസരിക്കാതെ ജീവിക്കുന്ന എത്രയോ മക്കളുണ്ട്. കാരണം അവർക്ക് പേടിക്കാൻ ആരും വീട്ടിലുണ്ടാകില്ല, ഉമ്മ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഉമ്മയെ പേടിയില്ലാതെ ഇത്തരത്തിലുള്ള സ്വഭാവത്തിൽ മക്കൾ വളർന്നു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവർ വലുതാകുമ്പോൾ അവരുടെ ഭാവി വലിയ അപകടത്തിലേക്കായിരിക്കും ചെന്നെത്തുക. ചെറുപ്പത്തിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്ന് പഴമക്കാരായിട്ടുള്ള ആളുകളൊക്കെ പറയുന്ന ചൊല്ലുണ്ടല്ലോ, അത് സത്യമാണ്. ചെറുപ്പത്തിൽ മക്കൾ എങ്ങനെയാണോ വളർന്നത് അതുപോലെയായിരിക്കും അവരുടെ ഭാവി ജീവിതവും ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ മക്കളെ ചെറുപ്പത്തിൽ തന്നെ നല്ല മക്കളാക്കി വളർത്തണം. ദീനീ ബോധമുള്ള അനുസരണയുള്ള മക്കളാക്കി വളർത്തണം. പ്രത്യേകിച്ചിട്ടും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമ്മുടെ മക്കൾ കേടുവരുന്നത്, ചീത്ത മക്കളായി വളരുന്നത് അവരുടെ കൂട്ടുകെട്ട് കാരണമാണ്. അവരുടെ ചങ്ങാതിമാർ
എത്തരത്തിലുള്ള ആളുകളാണ് എന്ന് പ്രത്യേകം മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, അത് അന്വേഷിക്കണം. എന്നിട്ട് ആ കൂട്ടുകെട്ടിൽ നിന്നും അവരെ പിന്തിരിപ്പിക്കണം. കാരണം ഏതൊരു മനുഷ്യനെയും നല്ല മനുഷ്യനാകുന്നതും നല്ല ഉന്നത വിജയത്തിലേക്ക് എത്തിക്കുന്നതും മോശപ്പെട്ട മനുഷ്യനാകുന്നതുമൊക്കെ അവൻ്റെ ജീവിത സാഹചര്യങ്ങളാണ്. അതായത് അവൻ എങ്ങനെയാണോ ആരുമായിട്ടാണോ കൂട്ടുകൂടി ജീവിക്കുന്നത്, ഏത് രീതിയിലാണോ അവൻ്റെ ജീവിത സാഹചര്യം പോകുന്നത്, ജീവിത സന്ദർഭങ്ങൾ, ഇതൊക്കെയാണ് ഏതൊരു മനുഷ്യനെയും അവൻ്റെ ജീവിതം നാശത്തിലേക്കും അതുപോലെ തന്നെ നല്ലവരായി തീർക്കുന്നതുമൊക്കെ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ മക്കൾ എങ്ങനെയാണ് വളരുന്നത്, ആരുടെ കൂടെയാണ് അവർ ചങ്ങാത്തം കൂടുന്നത് എന്നൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം, സ്കൂളിലും അതുപോലെ നമ്മുടെ നാട്ടിലുമൊക്കെ ഒരുപാട് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വരുന്നവരും അത് വിൽപ്പന നടത്തുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ ഒരു 95% നമ്മുടെ മക്കൾ അതിൽ പെട്ടുപോകാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ മക്കളെ അതിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നുള്ളത് വലിയ പാടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ലഹരിക്കടിമയായി കളവ് നടത്തിക്കൊണ്ട് നിസ്കരിക്കാതെ വേണ്ടാത്ത പ്രവൃത്തികൾ ചെയ്ത് മോശപ്പെട്ട രീതിയിൽ നടക്കുന്ന ആളുകളുമായിട്ട്, ചങ്ങാതിമാരുമായിട്ട് നമ്മുടെ മക്കൾ കൂട്ടുകൂടുന്നത്, ഇടപഴകുന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയും അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുകയും ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ മക്കൾ അവരെ പോലെയാകുകയും പിന്നീട് നമ്മുടെ മക്കൾ നമുക്ക് നഷ്ടപ്പെടുകയും ചെയ്യും. മാത്രമല്ല മരണം വരെ നമ്മുടെ മക്കളെക്കൊണ്ട് നമ്മൾ സങ്കടപ്പെട്ടിരിക്കേണ്ടി വരും. എന്നും വലിയ ടെൻഷൻ നമുക്ക് നമ്മുടെ മക്കൾ കാരണമായിരിക്കും. മക്കളുടെ ഉപദ്രവങ്ങൾ നമുക്ക് സഹിക്കാൻ കഴിയില്ല. അത്തരത്തിൽ നമ്മുടെ ജീവിതം തന്നെ നശിപ്പിച്ച് കളയും നമ്മുടെ മക്കൾ. അപ്പോൾ ഓരോ മാതാപിതാക്കളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മാത്രമല്ല പ്രധാനമായിട്ടും മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, മാതാപിതാക്കൾ നല്ലവരായിരിക്കണം. കാരണം അത് കണ്ടിട്ടാണ് മക്കൾ വളരുന്നത്. മാതാപിതാക്കളുടെ അടുത്ത് നിന്നാണല്ലോ മക്കൾ വളരുന്നത്. അപ്പോൾ മാതാപിതാക്കൾ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെയായിരിക്കും മക്കളും കണ്ടുപഠിക്കുക. അപ്പോൾ വീട്ടിലുള്ള ഉപ്പ നിസ്കരിക്കുന്നില്ല, വീട്ടിൽ പാതിരാ സമയത്താണ് വരുന്നത്. എന്നാൽ പാതിരാ സമയത്ത് ഉപ്പ വീട്ടിലേക്ക് വരുന്നതോ മദ്യം കഴിച്ചിട്ട്, ലഹരിക്കടിമയായി, കഞ്ചാവടിച്ച്, ഇങ്ങനെയൊക്കെയാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. മാത്രമല്ല വീട്ടിൽ വന്ന് ഉമ്മയെ അടിക്കുക, വീട്ടിൽ വലിയ പ്രശ്നങ്ങളും ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെയാണ് ഒരു ഉപ്പ ചെയ്യുന്നതെങ്കിൽ അത് കണ്ടിട്ടാണ് ആ മക്കളും പഠിക്കുക. കാരണം മക്കൾക്ക് പ്രായപൂർത്തിയാകുമ്പോഴേക്കും മക്കളും ഇത്തരത്തിലുള്ള ആളുകളുമായിട്ട് കൂട്ടുകൂടുകയും ഈ ഒരു സ്വഭാവ രീതി അവർ കണ്ടുപഠിക്കുകയും അത് ജീവിതത്തിൽ ചെയ്തു തുടങ്ങുകയും ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ നന്നാവേണ്ടത് രക്ഷിതാക്കളാണ്. രക്ഷിതാക്കൾ നിസ്കരിക്കുക, ഇസ്ലാമിൻ്റെ മാർഗത്തിൽ ജീവിക്കുക, ദീനീ ബോധത്തോടു കൂടി നല്ല സന്തോഷത്തോടു കൂടി മക്കൾക്ക് സ്നേഹം കൊടുത്ത് പരസ്പരം മക്കളും മാതാപിതാക്കളും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് നല്ല സ്നേഹ സംസാരങ്ങൾ കൈമാറി കുശലങ്ങൾ പറഞ്ഞ് ഒപ്പം ഇരുന്ന് കളിച്ചും ചിരിച്ചും രസിച്ചും നല്ല സ്നേഹത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും വളരണം. അപ്പോഴാണ് മക്കളും അതുപോലെയുള്ള ജീവിതം അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരികയുള്ളൂ. അവരുടെ തലമുറയ്ക്കും ആ ഒരു സ്വഭാവ രീതി അവർക്ക് കൊടുക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ കുടുംബം തന്നെ, നിങ്ങളുടെ തലമുറ തന്നെ നന്നാവുകയുള്ളൂ. അതുകൊണ്ട് ആദ്യം തന്നെ മാതാപിതാക്കളാണ് നന്നാകേണ്ടത് എന്ന് പ്രത്യേകം ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായി, നിങ്ങളുടെ മക്കൾ നല്ലവരാകാൻ മക്കളുടെ കൂട്ടുകെട്ട്, മക്കളുടെ ചങ്ങാത്തം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കൾ ഒരിക്കലും ചീത്ത മക്കളായി വളരുകയില്ല. നല്ല സ്വാലിഹീങ്ങളായ, നിങ്ങൾ പറയുന്നത് അനുസരിക്കുന്ന, സ്നേഹമുള്ള, നിങ്ങളെ പൊന്നുപോലെ നോക്കുന്ന നല്ല മക്കളായി വളരും. നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നിങ്ങളുടെ മക്കളെ കൊണ്ട് ഉപകാരമുണ്ടാകും. നിങ്ങളുടെ മക്കളെ കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീട്ടിൽ ബറക്കത്ത് എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ വീട്ടിൽ ബറക്കത്ത് ഉണ്ടാകണമെങ്കിൽ
നമ്മുടെ മക്കൾ നല്ലവരായിരിക്കണം. ഉമ്മമാരെയും ഉപ്പമാരെയും വേദനിപ്പിക്കുന്ന മക്കൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഉള്ള സമാധാനം അതോടുകൂടി നഷ്ടപ്പെടും. എല്ലാ സ്വസ്ഥതയും അതോടുകൂടി പോയി കിട്ടും. മാത്രമല്ല ആ വീട്ടിൽ പിന്നീട് ബറക്കത്ത് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുകയുമില്ല. അതുകൊണ്ട് തന്നെ ഏതൊരു രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളവും മക്കൾ നന്നാകുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അത് മക്കൾക്ക് വേണ്ടി മാത്രമല്ല, മാതാപിതാക്കൾക്കും അത് അനിവാര്യമാണ്. എന്നാൽ ചില മക്കളെ നന്നാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ അവരെ എങ്ങനെയാണ് ഇനി നന്നാക്കിയെടുക്കുക എന്നോർത്ത് വിഷമത്തോടു കൂടിയായിരിക്കും പലരും ഈ വീഡിയോ കാണുന്നത് തന്നെ. അതിനുള്ളൊരു പരിഹാരം തേടിയിട്ടായിരിക്കും. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, രക്ഷിതാക്കളെ, ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ നല്ല മക്കളായിത്തീരും. നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യം നിങ്ങളുടെ മക്കൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ അതിന് സമ്മതിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം അവരറിയാതെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മക്കളെ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾ പറയുന്നത് അനുസരിക്കുന്ന ദീനീ ബോധമുള്ള 5 വക്ത് നിസ്കരിച്ച് വേണ്ടാത്ത ചിന്തകളിലേക്കും പ്രവൃത്തികളിലേക്കും കൂട്ടുകെട്ടുകളിലേക്കൊന്നും പോകാത്ത, നിങ്ങൾ പറയുന്നത് അനുസരിക്കുന്ന, ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന, നിങ്ങളുടെ മക്കൾ കാരണം നിങ്ങൾക്ക് വലിയ വിജയമുണ്ടാകുന്ന നല്ല സ്വാലിഹീങ്ങളായ ഒരു മക്കളാക്കിയെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരത്തിലുള്ള മക്കളെയാക്കി തീർക്കും നിങ്ങൾ ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ്. ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ വലത് കൈ നിങ്ങളുടെ മക്കളുടെ തലയിൽ വെക്കുക. എന്നിട്ട് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ 2 നാമങ്ങൾ ചൊല്ലാനുണ്ട്. അത് നിങ്ങൾ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാകും, എൻ്റെ മക്കളുടെ തലയിൽ എങ്ങനെയാണ് കൈവെക്കുക, അവർ ഇതിന് സമ്മതിക്കില്ലല്ലോ എന്നൊക്കെ കരുതുന്ന ചില മാതാപിതാക്കളുണ്ടാകും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കൾ രാത്രി സമയം ഉറങ്ങില്ലേ, ആ സമയത്ത് മക്കൾ അറിയാതെ അവരുടെ തലയുടെ മുകളിൽ, തലമുകളിൽ എന്ന് പറഞ്ഞാൽ അവരുടെ മുടിയിൽ വല്ല ടച്ച് ചെയ്താൽ മതി. ആ രീതിയിൽ അവർ അറിയാത്ത രീതിയിൽ നിങ്ങൾ കൈവച്ചുകൊണ്ട് ഈ ഇസ്മ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ ചൊല്ലിക്കൊണ്ട് അവരുടെ തലയിൽ മന്ത്രിക്കുക. നിങ്ങൾ ചൊല്ലേണ്ടത് ഈ 2 ഇസ്മുകളാണ്. 2 ഇസ്മുകൾ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു ഇസ്മാണ്. യാ കവിയു യാ അല്ലാ, യാ മതീനു യാ അല്ലാ. ഈ 2 ഇസ്മുകളാണ് നിങ്ങൾ ചൊല്ലേണ്ടത്. യാ കവിയു യാ അല്ലാ, യാ മതീനു യാ അല്ലാ. ഈ ഇസ്മിൻ്റെ അർത്ഥം വരുന്നത് പരമശക്തൻ, പ്രബലൻ എന്നൊക്കെയാണ് ഈ ഇസ്മിൻ്റെ അർത്ഥം വരുന്നത്. ഈ ഇസ്മ നിങ്ങൾ 66 പ്രാവശ്യം നിങ്ങളുടെ മക്കളുടെ കയ്യിൽ തല വെച്ചുകൊണ്ട് നിങ്ങൾ ചൊല്ലിക്കൊണ്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ് നിങ്ങൾ ഓതുക. ഇത് ചെറിയ മക്കളാണെങ്കിലും ഇനി മുതിർന്ന മക്കളാണെങ്കിലും, ഒരു 40-50 ഒക്കെ വയസ്സുള്ള മുതിർന്ന മക്കളാണെങ്കിലും അവരൊക്കെ നല്ല മക്കളായി തീരാൻ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് 5 വക്ത് നിസ്കരിച്ച് മാതാപിതാക്കൾ പറഞ്ഞനുസരിച്ച് എല്ലാ കാര്യങ്ങളിലും ഉന്നത വിജയം ഉണ്ടാകുവാനും ഒക്കെ നിങ്ങളുടെ മക്കളുടെ വിജയത്തിനും കൂടിയാണ് ഇത്. നിങ്ങൾ ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ മക്കളെ നല്ല മക്കളാക്കി തീർക്കും. ഇത് നിങ്ങൾ ഒരു ദിവസമോ 2 ദിവസമോ നിങ്ങൾക്ക് എല്ലാ ദിവസവും ചെയ്യാൻ കഴിയുമെങ്കിൽ അത്രയ്ക്കും നല്ലതാണ്. ഇനി ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഈ കാര്യം ചെയ്ത് റബ്ബ് സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ദുആ സ്വീകരിക്കുകയും നിങ്ങളുടെ മക്കളെ നല്ല സ്വാലിഹീങ്ങളായ മക്കളാക്കി തീർക്കുകയും ചെയ്യും. ഇനി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ, അതായത് മദ്രസയിലോ സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ തലയിൽ കൈവച്ചുകൊണ്ട് ഈ ഇസ്മ ഉമ്മയോ ഉപ്പയോ ഒരു 66 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ഇഷ്ഫി എന്ന് പറഞ്ഞ് അവരുടെ തലയിൽ മന്ത്രിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിക്കും. അവർക്ക് പഠനത്തിൽ നല്ലതുപോലെ മുന്നേറാൻ കഴിയും. ഉന്നത മാർക്കോടുകൂടി പാസ്സാകാൻ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മക്കൾക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ട.
ഈ കാര്യം ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മക്കളുടെ മടി മാറും. അതുപോലെ ചില മക്കൾക്കൊക്കെ പേടിയാണ് ചില കാര്യങ്ങൾക്കൊക്കെ, ആ പേടിയൊക്കെ മാറും. മാത്രമല്ല അവർക്ക് നല്ല സന്തോഷവും സമാധാനവും ഉണ്ടാകും. മാത്രമല്ല രോഗങ്ങൾ പിന്നീട് വരില്ല. ഉള്ള രോഗം പെട്ടെന്ന് തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല ശിഫയാക്കി തരും. വളർച്ചക്കുറവുള്ള മക്കളൊക്കെ ഈ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ അവർക്ക് നല്ല വളർച്ചയുണ്ടാകും. ശരീരത്തിന് നല്ല ഉന്മേഷമുണ്ടാകും, ശക്തി വർദ്ധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ വെറുതെ എത്ര സമയമാണ് ചിലവഴിക്കുന്നത്, അതുപോലെ മക്കളുടെ പല കാര്യങ്ങൾക്കും നിങ്ങൾ ഒരുപാട് സമയം ചിലവഴിക്കും. എന്നാൽ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നിങ്ങൾ മാറ്റിവെക്കുകയാണെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ഉയർച്ചക്കും വലിയ വിജയം, ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയത്തിനും, അവർക്ക് ഈ ദുനിയാവിൽ നല്ല സന്തോഷത്തിനും സമാധാനത്തിനും, മാത്രമല്ല അതിലേറെ ഉപരി നിങ്ങൾക്കും ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയവും സന്തോഷവും സമാധാനവും ഉണ്ടാകാൻ, നിങ്ങളുടെ മക്കൾ നല്ല മക്കളായിത്തീരാൻ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റി തരുന്നതാണ്. വളരെ കുറച്ച് സമയം കൊണ്ട് റബ്ബ് സുബ്ഹാനഹു തആലയുടെ ഈ 2 നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് നമുക്ക് ഇത്രയും വലിയ നേട്ടം നമ്മുടെ മക്കളിൽ ലഭിക്കുമെങ്കിൽ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങൾ ഒരിക്കലും ഈ ഒരു അവസരം, ഈ ഒരു കാര്യം നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഇസ്മുകളുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളായ മക്കളാക്കട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന, മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടുന്ന നല്ല മക്കളാക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നും, കടങ്ങളിൽ നിന്നും, സാമ്പത്തിക പ്രയാസത്തിൽ നിന്നും, അസൂയാലുക്കളിൽ നിന്നും, വഞ്ചകരിൽ നിന്നും, ചതിയന്മാരിൽ നിന്നും, കള്ളന്മാരിൽ നിന്നും, എല്ലാ ശത്രുക്കളിൽ നിന്നും, സിഹ്റിൽ നിന്നും, കണ്ണേറിൽ നിന്നും, നാക്കേറിൽ നിന്നും, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ മക്കളെയും നമ്മെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾക്കും നമുക്കും ഈമാനോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കുവാനും അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുവാനും അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിഫളിലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.